നമസ്കാരം. പ്രധാന വാർത്തകൾ. തച്ചനാട്ടുകര നാട്ടുകലിൽ തെരുവുനായ ആക്രമണം. 4 വയസ്സുകാരനെയും 62കാരനെയും തെരുവുനായ കടിച്ചു. വീടിന്റെ മുറ്റത്തു നിന്നാണ് കുട്ടിയെ തെരുവുനായ കടിച്ചത്. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. ചെർപ്പളശ്ശേരി നഗരസഭയിൽ ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിൽ ബഹളം. MP ഫണ്ടിൽ നിന്നും ലഭിച്ച മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ട വയ്ക്കാത്തതിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ചെയർമാന്റേത് ഏകാധിപത്യ നിലപാടെന്ന് പ്രതിപക്ഷം. വിവേചനം കാണിച്ചിട്ടില്ലെന്നും ലൈറ്റുകളുടെ കാര്യത്തിൽ അനുയോജ്യമായ തീരുമാനമെടുക്കുമെന്നും ചെയർമാൻ. കുളപ്പുള്ളിയിലെ തൊഴിൽ തർക്കം. കടയുടമ പ്രകാശിനെ CITU പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. മർദ്ദിച്ചിട്ടില്ലെന്നും രജിസ്റ്റർ ചെയ്യാത്ത തൊഴിലാളികളെ കൊണ്ട് ലോഡ് കയറ്റിയത് തടയുക മാത്രമാണ് ചെയ്തതെന്നും CITU തൊഴിലാളികൾ. യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെ സ്മരണയിൽ അട്ടപ്പാടി ചുരത്തിലൂടെ കുരിശിന്റെ വഴിയാത്ര. സുൽത്താൻപേട്ട രൂപത നടത്തിയ യാത്രയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായി ചെർപ്പളശ്ശേരി. P. മമ്മിക്കുട്ടി MLA പ്രഖ്യാപനം നടത്തി. കരിമ്പുഴ പഞ്ചായത്തിനെയും മാലിന്യമുക്ത ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തച്ചനാട്ടുകര നാട്ടുകല്ലിൽ 4 വയസ്സുകാരനെയും 62 വയസ്സുകാരനെയും തെരുവുനായ കടിച്ചു. 4 വയസ്സുകാരന്റെ മുഖത്താണ് കടിച്ചത്. ഒരേ നായയാണ് ഇവരെ കടിച്ചതെന്നാണ് നിഗമനം. ഇരുവരും ചികിത്സ തേടി. രാവിലെ 8 മണിക്ക് 4 വയസ്സുകാരൻ സനൈ വീടിന്റെ മുറ്റത്ത് കളിക്കുന്നതിനിടെയാണ് നായ ആക്രമിച്ചത്. കുട്ടിയുടെ കരച്ചിൽ കേട്ട് മുറ്റത്തേക്കിറങ്ങിയ ചെറിയച്ഛൻ രതീഷ് കണ്ടത് നായ ആക്രമിക്കുന്നതാണ്. രതീഷിനെ കണ്ടതോടെ നായ ഓടി. അപ്പോഴേക്കും കുട്ടിയുടെ ഇടത് കവിളിൽ മുറിവേറ്റിരുന്നു. പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലും എത്തി സനയ്ക്ക് ചികിത്സ നൽകി. അധികം വലിപ്പമില്ലാത്ത നായയാണ് ആക്രമിച്ചതെന്ന് രതീഷ് പറഞ്ഞു. കുട്ടി കളിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്, ഈ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു നായ വന്നിട്ട് അങ്ങനെ കടിക്കായിരുന്നു കുട്ടനെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ഈ വിട്ട് കടിക്കുന്നതാണ് കണ്ടത്. ലാസ്റ്റ് എറിഞ്ഞാട്ടി കുട്ടിയും കൂടെ ഹോസ്പിറ്റലിൽ പോയി മഞ്ചേരി പോയി വന്നിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഒരുപാട് നായ്ക്കളെ ശല്യങ്ങൾ കണ്ടമാനുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും പരിഹാരങ്ങൾ നമ്മൾ ചെയ്തു തരണം എന്നാണ് പറയാനുള്ളത്. ഒരെണ്ണം ഉണ്ടായിട്ടുള്ളൂ, അത് ചെറിയ നായ്ക്കുട്ടിയാണ്. പക്ഷേ അത് എന്തോ കാര്യം ഇതിൽ വേണ്ടിയിട്ട് ഒന്ന് കടിച്ചിരിക്കുകയാണ്. കുട്ടി കുറേ കൊതരയാക്കി പക്ഷെ കടിക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ഓടിച്ചെന്നിട്ടാണ് പിന്നെ കുട്ടിയുടെ കയ്യിൽ നിന്ന് നാല് കയ്യിൽ നിന്ന് എടുത്തത്. ഞാൻ എറിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നാട്ടുകൽ കാർത്തേനിക്കുണ്ട് സ്വദേശികളായ കോട്ടയിൽ ശിവദാസൻ സിനി ദമ്പതികളുടെ മകനാണ് സനൈ. സനയെ ആക്രമിച്ച ശേഷമാണ് സമീപത്തെ ആലിക്കൽ കോളനിയിലെ 62കാരനായ കാരയിൽ ഉണ്ണിയക്കനെ കടിച്ചത്. അദ്ദേഹം കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ കാലിലാണ് കടിയേറ്റത്. പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിലെത്തി ചികിത്സ തേടി. സനയ്ക്ക് തുടർ ചികിത്സ നൽകാനുള്ള കാര്യങ്ങൾ ഗ്രാമപഞ്ചായത്ത് ചെയ്യുമെന്ന് വാർഡംഗം EM നവാസ് പറഞ്ഞു. വേനലവധിയായതിനാൽ രക്ഷിതാക്കൾ ആശങ്കയിലാണെന്നും നവാസ് പറഞ്ഞു. ഇവിടുത്തെ രക്ഷിതാക്കളൊക്കെ ഒരുപാട് ആശങ്കയിലാണ് കുട്ടികളെങ്ങനെ പുറത്ത് വിടുന്നുള്ളത്. അപ്പോൾ ഇതിനുവേണ്ടി ഇവർക്ക് അടിയന്തരമായിട്ട് ഇന്ന് കടിയേറ്റുള്ള ഈ കുട്ടിക്ക്, അതേപോലെ തൊട്ടപ്പുറത്ത് ഏകദേശം ഒരു 100-150 മീറ്റർ അപ്പുറത്തൊരു ഉണ്ണിയക്കൻ എന്ന് പറയുന്ന കാറിൽ ഉണ്ണിയക്കൻ എന്ന് പറയുന്ന ഒരാൾക്കും ഇന്നത്തെ സമയത്ത് കടിയേറ്റിട്ടുണ്ട്. അപ്പോൾ ശാശ്വതമായിട്ട് ഇതൊരു പരിഹാരം കണ്ടെത്തണമെന്നാണ് ഇതിന് പറയാനുള്ളത്. പഞ്ചായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകും. അതോടൊപ്പം ഈ കുട്ടിക്ക് അടിയന്തര സഹായം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ കൂടി പഞ്ചായത്തിൽ സമർപ്പിക്കും. നാട്ടുകൽ പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. ചെർപ്പളശ്ശേരി നഗരസഭയിൽ ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിൽ ബഹളം. പ്രതിപക്ഷം കൗൺസിൽ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. MP ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ട യോഗത്തിൽ ഉൾപ്പെടുത്താത്തതിലായിരുന്നു പ്രതിഷേധം. ഏകാധിപത്യപരമായ നിലപാടാണ് ചെയർമാൻ സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് വിളിച്ച അടിയന്തര കൗൺസിൽ യോഗത്തിലാണ് ബഹളമുണ്ടായത്. കൗൺസിൽ തുടങ്ങും മുമ്പ് തന്നെ പ്രതിപക്ഷാംഗങ്ങൾ കൗൺസിൽ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. MP ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച അജണ്ടയിൽ ഉൾപ്പെടുത്താൻ ഭരണസമിതി തയ്യാറായില്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ചെയർമാൻ ഏകാധിപത്യപരമായ നിലപാടാണ് കൗൺസിലിൽ സ്വീകരിക്കുന്നതെന്നും MP ഫണ്ടിൽ നിന്നും ചെർപ്പളശ്ശേരിയിലേക്ക് അനുവദിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടാനാണ് ചെയർമാന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് KM ഇസാഖ് ആരോപിച്ചു. ഇന്നലെ ഇങ്ങനെ പെട്ടെന്ന് 3-4 അജണ്ട കയറി വന്നപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ ആഗ്രഹിക്കുന്ന
എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണല്ലോ. ചെയർമാൻ അധികാരം ഉണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവരുടേതായ അധികാരങ്ങൾ ഉണ്ടാവുമല്ലോ. ആ അധികാരം ഉപയോഗിച്ചാണ് ബഹുമാനപ്പെട്ട MP ഫണ്ട് അനുവദിച്ചത്. ഇതുകൂടി വെക്കണം എന്ന് പറഞ്ഞപ്പോൾ ആലോചിക്കട്ടെ ആയിരുന്നു. ഞാൻ ഇന്ന് രാവിലെ മാറി മാറി ചെയർമാനോട് സെക്രട്ടറിയോട് സംസാരിച്ചു. നിങ്ങൾ ആ അജണ്ട കൂടെ വെക്കുക, അത് പാസ്സാക്കി വിടി. പാലക്കാട്ടേക്ക് പാസ്സാക്കി അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ലൈറ്റ് വെക്കാൻ പറ്റും. പലയിടത്തും ലൈറ്റുകൾ വെച്ച് ഉദ്ഘാടനം നടന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ധിക്കാരപരമായ നിലപാട്, ചെയർമാൻ ധാർഷ്ട്യം. അധികാരമുണ്ട് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യത്തിൽ ലഭിക്കപ്പെട്ട അധികാരമാണ്. അത് പാരമ്പര്യമായി കിട്ടിയതാണെന്ന് ധരിക്കണ്ട. ജനാധിപത്യ വ്യവസ്ഥിതിയിൽ, ഒരു പാർലമെന്ററി ജനാധിപത്യത്തിൽ ലഭിച്ചിട്ടുള്ള ഒരു അധികാരത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. ആ അധികാരം ഉപയോഗിച്ച് ധിക്കാരപരമായി അതൊക്കെ സൗകര്യം ഉണ്ടാകുമ്പോൾ വയ്ക്കും എന്നാ പറയുക? അങ്ങനെയാണോ ഒരു നഗരസഭാ ചെയർമാൻ ഒരു കൗൺസിലർ ആയിട്ടുള്ള ഒരാളോട് ചോദിക്കേണ്ടത്? എല്ലാവരും വോട്ട് കിട്ടി ജയിച്ചു വന്നതാണല്ലോ. ഞങ്ങൾ MLA ഫണ്ടിൽ ഇത് ഞങ്ങൾ നിലപാട് വെക്കണം തന്നെയാണ്. അതിപ്പോൾ പലതിപ്പോൾ ഹൈസ്കൂളിലടക്കം മുടങ്ങി കിടക്കുക. ഞാൻ സെക്രട്ടറിയോട് പരാതിപ്പെട്ടു. സെക്രട്ടറി എല്ലാ ചെയർമാൻ പറയുന്ന താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു സ്ഥിതിയാണ് എന്നല്ലാതെ ഞങ്ങളുടെ പൊതുവായ ഞങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് യാതൊരുവിധ പരിഗണനയും ലഭിക്കുന്നില്ല. എന്നാൽ വികസന പ്രവർത്തനങ്ങൾക്ക് നഗരസഭാ ഭരണസമിതി എതിരല്ലെന്നും അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട ടെൻഡർ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ടകൾ മാത്രമാണ് കൗൺസിൽ യോഗത്തിൽ വച്ചതെന്നും MP ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനി മാസ്റ്റർ ലൈറ്റ് സ്ഥാപിക്കുന്ന പോയിന്റുകളുടെ കാര്യത്തിൽ ചർച്ച ചെയ്ത് അനുയോജ്യമായ തീരുമാനമെടുക്കുമെന്നും ചെയർമാൻ P. രാമചന്ദ്രൻ പറഞ്ഞു. ഒന്ന് മുണ്ടൂർ തൂതാ റോഡ് പണിവായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വിവിധ സ്ഥലങ്ങളിൽ ഹൈമാസ് ലൈറ്റുകളും മറ്റാവശ്യമായ ലൈറ്റുകൾ അതിൽ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ലൈറ്റ് എവിടേക്ക് കൊടുക്കണം, ആ ലൈറ്റ് എവിടേക്ക് സ്ഥാപിക്കണം എന്നുള്ള പ്രൊവിഷൻ അതിൻ്റെ എസ്റ്റിമേറ്റ് തന്നെ പറയുകയും അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ താമസമില്ലാതെ പണി പൂർത്തീകരിക്കാൻ പോവുക. ഒരു പോയിന്റ് അതിലായിരുന്നു. ഒന്ന് നെല്ലായ തൃശ്ശി റോഡിൻ്റെ ഭാഗമായി വരുന്ന വഞ്ചക്കല്ലാണ്. വഞ്ചക്കല്ലിൽ ഇപ്പം തന്നെ ഹൈമാസ് ലൈറ്റ് ഉണ്ട്. അതിൻ്റെ പുറമെ അവിടെ വീണ്ടും അനാവശ്യമായ ഹൈമാസ്, അതിന് അപ്പുറം ഈ വർക്കിൻ്റെ ഭാഗമായി ഈ ഭാഗത്ത് മുഴുവൻ ലൈറ്റ് സംവിധാനം ഊരാളുകൾ സൊസൈറ്റി ഒരുക്കേണ്ടതാണ്. അതൊരുക്കുമ്പോൾ അതൊന്നുമല്ല ശരി എന്ന് പറഞ്ഞിട്ട് പിന്നൊന്നും പറഞ്ഞ പോയിന്റ് തെക്കുമുറിയാണ്. ആലഞ്ചോട് പ്രദേശത്ത് ഹൈമാസ് ലൈറ്റിൻ്റെ പ്രൊമോഷൻ MLA കൊടുക്കുകയും ടെൻഡർ കഴിഞ്ഞ് പണി തുടങ്ങുന്ന അവസരത്തിൽ ചെന്നത് ഹൈമാസ് ലൈറ്റ് 10 ലക്ഷം രൂപയുടെ ഹൈമാസ് ലൈറ്റ് വെക്കുകയും അതിന് ടെൻഡർ കഴിഞ്ഞ് പണി തുടങ്ങുകയാണ്. ഈ 3 പോയിന്റ് നമുക്ക് ആ വർക്ക് കഴിഞ്ഞതിന് ശേഷമേ പരിഗണിക്കാൻ കഴിയൂ. ആ വർക്ക് കഴിഞ്ഞിട്ട് അവിടെ ലൈറ്റ് ഇല്ലെങ്കിൽ പരിഗണിക്കാൻ പറ്റും. അല്ലെങ്കിൽ അവിടെ ഹൈമാസ് ലൈറ്റിന്റെ വെക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്ന് ഈ കൗൺസിലറോട് പ്രതിപക്ഷ നേതാവിനോട് ഞാൻ സൂചിപ്പിച്ചതാണ്. അപ്പോൾ ആ ലൈറ്റ് എവിടേക്ക് വരികയാണെന്ന് ഊരാളുകാരുമായിട്ടും ഈ KSTP-കാരോടും ആലോചിച്ച് അവരവിടെ ലൈറ്റ് വെക്കുന്നതോട് ഇത് വേണ്ട എന്ന് മാത്രമാണ് ഈ കൗൺസിൽ അഭിപ്രായം. അല്ലാതെ ചർപ്പിച്ചി നഗരസഭയിൽ എത്ര MP ഫണ്ട് വന്നാലും എത്ര MLA ഫണ്ട് വന്നാലും അതൊക്കെ വിനിയോഗിക്കുന്നതിന് 100% ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ കൗൺസിൽ അലങ്കോലാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങളിത് കൗൺസിലിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു പോയവർ ഈ കൗൺസിൽ അലങ്കോലാക്കണമെന്ന ലക്ഷ്യത്തിൽ ഒന്നാമത് എനിക്കറിയാം. ഷൊർണൂർ കുളപ്പുള്ളിയിലെ തൊഴിൽ തർക്കം കടയുടമ പ്രകാശിനെ CITU പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. അതേസമയം രജിസ്റ്റർ ചെയ്യാത്ത തൊഴിലാളികളെ കൊണ്ട് ലോഡ് കയറ്റിയത് തടയുക മാത്രമാണ് ചെയ്തതെന്ന് CITU നേതാക്കൾ പറഞ്ഞു. ശനിയാഴ്ച രാവിലെ തന്റെ തൊഴിലാളികളെ ഉപയോഗിച്ച് വാഹനത്തിൽ ഇരുമ്പ് കയറ്റുന്നതിനിടയിൽ CITU പ്രവർത്തകർ തന്നെ കയ്യേറ്റം ചെയ്തുവെന്നാണ് കടയുടമ പ്രകാശിന്റെ പരാതി. 12 ദിവസമായി പ്രകാശിന്റെ കടയ്ക്ക് മുന്നിൽ തങ്ങളുടെ തൊഴിൽ നിഷേധം ഉന്നയിച്ച് CITU പ്രവർത്തകർ കുടിൽ കെട്ടി സമരം ചെയ്യുകയാണ്. മെഷീൻ ഉപയോഗിച്ച് ലോഡ് ഇറക്കുമ്പോഴും അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പ്രകാശൻ തൊഴിൽ നൽകിയിരുന്നു. ഈ തൊഴിൽ തങ്ങൾക്ക് അവകാശമുള്ളതാണ് എന്ന വാദവുമായാണ് CITU പ്രവർത്തകർ കുടിൽകെട്ടി സമരം ആരംഭിച്ചത്. സമരം ഒത്തുതീർപ്പാക്കാൻ ലേബർ ഓഫീസർ കഴിഞ്ഞ ദിവസം ചർച്ച വിളിച്ചു ചേർത്തെങ്കിലും തർക്കത്തെ തുടർന്ന് ഇത് പരാജയപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് ശനിയാഴ്ച രാവിലെ പ്രകാശിന്റെ നേരെ കയ്യേറ്റം ഉണ്ടായതായി പരാതി ഉയർന്നത്. ഇന്ന് രാവിലെ കട തുറന്നപ്പോൾ രാവിലെ ഒരു വണ്ടി വന്നു, ഒരു ചെറിയ ആപ്പ വന്നു. അപ്പോൾ എനിക്ക് 2-3 കമ്പി എനിക്ക് കയറ്റി വെക്കാണ്ടായിരുന്നു. ഒരു 10-15 കിലോ അത്രയും ഉണ്ടാവുള്ളത്. അത് എനിക്ക് കയറ്റി വെക്കുമ്പോൾ CIT-കാർ വന്നിട്ട് സമരപന്തലിൽ എല്ലാവരും കൂടി വന്നിട്ട് അവിടെ തടഞ്ഞ് ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാഫും കൂടി അവിടെ ചെന്നപ്പോൾ എൻ്റെ സ്ത്രീകളായ സ്റ്റാഫ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അവരെന്നെ തെറി പറഞ്ഞു, എന്നെ പിടിച്ച് തള്ളി, എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല, എല്ലാം അടിച്ചു പൊളിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് കമൻ്റ് ഉണ്ടായിരുന്നത്. പിന്നെ സ്ത്രീകളെ വേണ്ടാത്ത ഒരുപാട് തെറികൾ പറഞ്ഞവർ, കേൾക്കാൻ പാടില്ലാത്ത തെറികൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അപ്പോൾ ഞാൻ പോലീസിനെ വിളിച്ചു. പോലീസ് ഇവിടെ വന്നു. പോലീസ് ഇവിടെ വന്നിട്ട് അവരോടൊന്നും ചോദിച്ചില്ല.
എന്നോട് ചോദിച്ചു എന്താ ഉണ്ടായതെന്ന്. ഞാൻ ഉണ്ടായ വിവരങ്ങളെല്ലാം വിവരിച്ചു പോലീസിന്. അപ്പോൾ പോലീസ് പറഞ്ഞു ഒരു പരാതി സ്റ്റേഷനിൽ കൊടുക്കാൻ പറഞ്ഞു. അല്ലാതെ സമരക്കാരോടൊന്നും അവർ ഒന്നും പറഞ്ഞില്ല. എന്നോട് മാത്രം ചോദിച്ച് പോലീസ് അങ്ങനെ പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇവർ സമരപന്തലിൽ ഇരിക്കുന്നത് സമര നേതാക്കളാണോ അല്ലെങ്കിൽ സമരത്തിനിരിക്കുന്ന പാർട്ടിക്കാരാണോ അത് ഗുണ്ടകളാണെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നിയത്. അത് യഥാർത്ഥ പാർട്ടിക്കാരാണെന്ന് വെച്ചാൽ ഇത് ചെയ്യാൻ വഴിയില്ല. ഇത് ഗുണ്ടകളെ പോലെ കുറച്ച് ആൾക്കാരെ ഈ കടയുടെ മുമ്പിൽ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. അവരാണ് വന്ന് ആക്രമിക്കുന്നത്. അവരെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടുന്ന് ഒഴിവാക്കി തരണം, അല്ലെങ്കിൽ ഈ കട ഞാൻ പൂട്ടിയിട്ട് ഏതായാലും ഇപ്പോൾ അവർ പൂട്ടിച്ചു. ഇവിടെ വാഹനങ്ങൾ വരുന്നൊക്കെ അവർ തടഞ്ഞു, എൻ്റെ കച്ചവടം തടസ്സപ്പെടുത്തി. ഞാനും GST ഒക്കെ കൊടുത്തിട്ട് ചെയ്യുന്ന ബിസിനസ് തന്നെയാണ്. സർക്കാരിന് നഷ്ടമുണ്ടാക്കി, എനിക്ക് നഷ്ടമുണ്ടാക്കി, എൻ്റെ പണിക്കാരുടെ വേതനം നഷ്ടപ്പെടുത്തി. CITU പ്രവർത്തകരുടെ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇത് തടയുന്ന ദൃശ്യങ്ങൾ സ്ഥാപനത്തിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. തന്നെ തൊഴിലാളികൾ ആക്രമിച്ചുവെന്നും സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരെ അസഭ്യം പറഞ്ഞുവെന്നും കാണിച്ച പ്രകാശൻ ഷൊർണൂർ പോലീസിൽ പരാതി നൽകി. അതേസമയം കാർഡില്ലാത്ത തൊഴിലാളികളെ ഉപയോഗിച്ച് ലോഡ് കയറ്റുന്നത് തടയുക മാത്രമാണ് ചെയ്തതെന്ന് CITU പ്രവർത്തകർ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം ക്ഷേമ ബോർഡിൻ്റെ ഓഫീസിൽ വെച്ച് അനുരഞ്ജന ചർച്ച ഉണ്ടായിരുന്നു. അതിൽ DLOയും അതുപോലെ തന്നെ ക്ഷേമ ബോർഡ് ചെയർമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 26A ചട്ടമനുസരിച്ച് കാർഡ് കിട്ടിയ തൊഴിലാളികൾ മാത്രമാണ് ഈ സ്ഥാപനത്തിൽ കയറ്റിറക്ക് നടത്തേണ്ടതുള്ളൂ എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ തീരുമാനത്തിനനുസരിച്ചിട്ട് ഒരു ലെറ്റർ ഈ തൊഴിലുടമയ്ക്ക്, പ്രകാശ് സ്റ്റീലിൻ്റെ തൊഴിലുടമയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നടപ്പിലാക്കാതെ ഇവിടെ മറ്റുള്ള തൊഴിലാളികൾ കയറ്റിയിറക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവരോട് പോയി ഞങ്ങൾ ആ വഴിയിൽ നിന്നിട്ട് പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കയറ്റിയിറക്ക് 26A ചട്ടമനുസരിച്ച് ആ തൊഴിലാളി മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ക്ഷേമ ബോർഡിൻ്റെ തീരുമാനമുണ്ട്, അത് നടപ്പിലാക്കണം എന്ന് പറയുക മാത്രമാണ് ചെയ്തത്. ചെർപ്പളശ്ശേരി നഗരസഭയെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിച്ചു. ശനിയാഴ്ച നടന്ന ചടങ്ങിൽ P. മമ്മിക്കുട്ടി MLA ആണ് പ്രഖ്യാപനം നടത്തിയത്. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ മുന്നോടിയായാണ് ചെർപ്പളശ്ശേരി നഗരസഭയെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചത്. പദ്ധതിയുടെ ഭാഗമായി ചെർപ്പളശ്ശേരി നഗരസഭ ചന്തം ചാർത്താൻ ചെർപ്പളശ്ശേരി എന്ന പേരിൽ നിരവധി പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിരുന്നു. വിദ്യാലയങ്ങളും പൊതുസ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പരിപാടികളും ശുചീകരണ യജ്ഞങ്ങളും നഗരസഭ സംഘടിപ്പിച്ചിരുന്നു. ശനിയാഴ്ച രാവിലെ നഗരത്തിലൂടെ വിളംബര ജാഥ നടത്തിയ ശേഷമാണ് ചെർപ്പളശ്ശേരിയെ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചത്. EMS ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ P. മമ്മിക്കുട്ടി MLA പ്രഖ്യാപനം നടത്തി. വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ ഈ കേരളത്തെ നമ്മൾ വൃത്തിയാക്കണം, വൃത്തിയുള്ളൊരു കേരളമാകണം. എല്ലാ കാര്യങ്ങളിലും കേരളം ലോകത്തിനും രാജ്യത്തിനും തന്നെ മാതൃകയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന സന്ദർഭത്തിൽ ഈ കാര്യത്തിൽ നമുക്ക് ചില കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്നൊരു കാര്യം തന്നെയാണ് നടത്തുന്നത്. ആ കാര്യത്തെ സംബന്ധിച്ച് വേണ്ടത്ര ഗൗരവ ബുദ്ധിയോടുകൂടി നമ്മൾ ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചർച്ച ചെയ്തിട്ടില്ല. നമ്മളൊക്കെ തന്നെ ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ മറ്റവരുടെ തലയിൽ കെട്ടിവെക്കാനോ മറ്റ് പ്രദേശങ്ങളിൽ കൊണ്ടുപോയി തള്ളാനോ, അതുകൊണ്ട് എത്ര സാമൂഹ്യപരമായും അതുപോലെ തന്നെ മറ്റു രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായാലും തങ്ങൾക്ക് പ്രശ്നമല്ലല്ലോ എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു സമീപനം സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസമില്ലാത്തവരും ഒന്നും വ്യത്യാസമില്ല എന്നർത്ഥം. നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ C. കമലം, നഗരസഭാ സ്ഥിരം സമിതി അംഗങ്ങളായ VP ഷമീജ, KT പ്രമീള, K. മിനി, VT സാദിഖ് ഹുസൈൻ, സഫ്ന പാറയ്ക്കൽ, കൗൺസിലർമാരായ KM ഇസഹാക്ക്, അബ്ദുൽ ഗഫൂർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ P. ജയൻ, K. ബാലകൃഷ്ണൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് KA ഹമീദ്, ICICI ബാങ്ക് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പ്രസിഡന്റ് KM ഹനീഫ പ്രഖ്യാപനം നടത്തി. മാലിന്യമുക്ത പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിൽ വാതിൽപ്പടി പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണം 100% നടപ്പിലാക്കുകയും എല്ലാ വാർഡുകളിലും മിനി MCFകൾ സ്ഥാപിക്കുകയും ചെയ്തു. 38 ഹരിതകർമ്മസേന അംഗങ്ങളുള്ള പഞ്ചായത്തിൽ ഒരു MCF കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു. തുമ്പൂർമൊഴി മാതൃകയിൽ 6 ജൈവമാലിന്യ സംസ്കരണ സംവിധാനങ്ങളും 6 പൊതുബിന്നുകളും എല്ലാ വാർഡുകളിലും ബോട്ടിൽ ബൂത്തുകളും സ്ഥാപിച്ചിട്ടുണ്ട്.
പഞ്ചായത്തിലെ അയൽക്കൂട്ടങ്ങൾ, സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ, പൊതുസ്ഥലങ്ങൾ, ടൗണുകൾ എന്നിവയ്ക്ക് പൂർണ്ണ ഹരിത പദവി ലഭിച്ചതും നേട്ടമായി. നിയമലംഘനങ്ങൾക്ക് കർശന നടപടി സ്വീകരിച്ചു. 187 നിയമലംഘനങ്ങളിൽ നിന്നായി 28,500 രൂപ പിഴ ഈടാക്കി. വീടുകളിൽ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി ബൊക്കാക്ഷി ബക്കറ്റുകൾ വിതരണം ചെയ്യുകയും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ഇത്രയും പ്രവർത്തനങ്ങൾ നടപ്പാക്കിയതിനെ തുടർന്നാണ് പഞ്ചായത്തിനെ മാലിന്യമുക്ത ഹരിത പഞ്ചായത്തായി പ്രസിഡന്റ് പ്രഖ്യാപിച്ചത്. ഏപ്രിൽ 1 തൊട്ട് 2025 മാർച്ച് 30 വരെ 5731 ടൺ പ്ലാസ്റ്റിക് ആണ് നമ്മുടെ സംസ്ഥാനത്തിൽ ജില്ലയിൽ നിന്ന്, പാലക്കാട് ജില്ലയിൽ നിന്ന് കയറ്റിപ്പോയത്. ആലോചിക്കുമ്പോഴാണ് ഇത് എത്രമാത്രം മാരകമാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപോകുന്നത്. ഇത്രയും പ്ലാസ്റ്റിക് നമ്മുടെ മണ്ണിൽ അലിഞ്ഞു ചേരുകയും, അല്ലെങ്കിൽ അലിഞ്ഞു ചേരുന്നില്ലല്ലോ, അലിഞ്ഞു ചേരുന്നതിന് പ്രയാസമല്ല, ആ പ്ലാസ്റ്റിക് മണ്ണിനെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ഞാൻ നമ്മുടെ പഞ്ചായത്ത് ദീർഘമായി പ്രത്യേകില്ല, പഞ്ചായത്ത് മാലിന്യ മുക്ത പഞ്ചായത്തായി മാറ്റുന്നതിന് വേണ്ടിയെടുത്ത പഞ്ചായത്ത് നേടിയെടുത്തത് എങ്ങനെയാണ് എന്നുള്ള ഒരു ചെറിയ വിവരണം തന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ അനസ് പൊമ്പറ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷ സമീറ സലീം, മുൻ പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത്, മുൻ വൈസ് പ്രസിഡന്റ് കെ രജിത, പഞ്ചായത്ത് അംഗങ്ങളായ എം മോഹനൻ മാസ്റ്റർ, കെ പ്രഭാവതി, ഇ പി ബഷീർ, സി വിജിത, പി രതീഷ്, സി ചാമി, ഫസീല നൌഷാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ പാട്ടത്തൊടി, സെക്രട്ടറി നിഷ മനോജ്, അസിസ്റ്റന്റ് സെക്രട്ടറി എ ഷൗക്കത്ത് അലി, എം സുബ്രഹ്മണ്യൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് എന്നിവർ സംസാരിച്ചു. പട്ടാമ്പിയിൽ പൊതുശ്മശാനം യാഥാർത്ഥ്യത്തിലേക്ക്. MLA ഫണ്ടിൽ നിന്നും 55 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. മുഹമ്മദ് മൂസിൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി നമ്പ്രൻ റോഡിൽ പുഴയോരത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് പൊതുശ്മശാനം നിർമ്മിച്ചത്. എന്നാൽ ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ശ്മശാനം പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. നിയമക്കുരുക്കും തിരിച്ചടിയായി. നഗരസഭയുടെ അഭ്യർത്ഥന മാനിച്ച് മുഹമ്മദ് മൂസിൻ MLA ജില്ലാ കളക്ടറുമായി ഇടപെട്ട ശേഷമാണ് നിയമക്കുരുക്കുകൾ അഴിച്ച് ശ്മശാനം തുറന്നു പ്രവർത്തിക്കാൻ അനുമതിയായത്. ആദ്യഘട്ട പ്രവൃത്തികൾക്ക് മുഹമ്മദ് മൂസിൻ MLAയുടെ ഫണ്ടിൽ നിന്നും 55 ലക്ഷം രൂപ അനുവദിച്ചു. ശനിയാഴ്ച നിർമ്മാണോദ്ഘാടനം MLA നിർവഹിച്ചു. ഒരു വലിയ വികസന പദ്ധതിയായിട്ട് അങ്ങനെ കണക്കാക്കാറില്ല. പക്ഷേ പട്ടാമ്പിയുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. മാത്രമല്ല, ഏതാണ്ട് 6 പതിറ്റാണ്ടായിട്ടുള്ള ഈ സ്ഥലം വിട്ടു തന്നതിന് ശേഷം 6 പതിറ്റാണ്ടായിട്ടുള്ള ആവശ്യമായിട്ട് നിലനിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും വലിയൊരു ജനകീയ ആവശ്യം യാഥാർത്ഥ്യമാകുക എന്നതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഞാൻ വിദ്യാർത്ഥിയാകുമ്പോൾ സ്കൂളിൽ സ്കൂൾ കഴിഞ്ഞിട്ടുള്ളൊരു സമയമാണെന്ന് ഞാൻ മനസ്സിലാക്കി. ആ സമയത്ത് പട്ടാമ്പിയിൽ വെച്ച് ചില പ്രതിഷേധ പരിപാടികളൊക്കെ ഞാൻ കണ്ടു. അന്ന് ശ്മശാനത്തിന് വേണ്ടിയിട്ടുള്ള ചില കൂട്ടായ്മകളും വിഷയങ്ങളും ഒക്കെ നടക്കുന്നത് കണ്ട് അന്ന് വിദ്യാർത്ഥിയാകുമ്പോൾ ഞാൻ ഒരു ശ്മശാനം എന്തുകൊണ്ട് പട്ടാമ്പിയിൽ ആരംഭിക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ശ്മശാനത്തിലെ അനുബന്ധ ഉപകരണങ്ങൾക്ക് VK ശ്രീകണ്ഠൻ MPയുടെ ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി. P വിജയകുമാർ, K രാജൻ, കവിത, KT റുക്കിയ, KR നാരായണസ്വാമി, C സംഗീത, CS സാജിദ്, സുരേഷ്, തഹസിൽദാർ KT കിഷോർ, NP വിനയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വാണിയംകുളം പുലാചിത്ര TRK സ്കൂളിന്റെ ചുറ്റുമതിലിനകത്തു നിന്ന് അണലി കുഞ്ഞുങ്ങൾ സഹിതം 28 പാമ്പുകളെ പിടികൂടി. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെ നാട്ടുകാരാണ് സ്കൂളിന്റെ മതിൽക്കെട്ടിൽ നിന്നും ആദ്യം പാമ്പിനെ കണ്ടത്. തുടർന്ന് വനം വകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു. വനം വകുപ്പ് സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയതിൽ നിന്ന് മതിലിന്റെ കരിങ്കൽ കെട്ടിനകത്തു നിന്നും ആദ്യം 26 അണലി കുഞ്ഞുങ്ങളെ പിടികൂടി. വലിയ പാമ്പിനെ കൂടി നാട്ടുകാർ കണ്ടെന്ന് പറഞ്ഞതോടെ മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് സ്കൂളിന്റെ മതിലിന്റെ ഒരു വശം പൊളിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ഒരു അണലിക്കുഞ്ഞിനെയും ഒരു വലിയ പാമ്പിനെയും കൂടി പിടികൂടുകയായിരുന്നു. നാട്ടുകാരും വനം വകുപ്പും ചേർന്നാണ് പാമ്പുകളെ കണ്ടെത്തുകയും പിന്നീട് പിടികൂടുകയും ചെയ്തത്. വൈകിട്ട് 5 മുതൽ ആരംഭിച്ച തിരച്ചിൽ രാത്രി 8:30ഓടെയാണ് അവസാനിപ്പിച്ചത്. വഴിയിലൂടെ യാത്ര പോകുന്ന ഒരാളാണ് ആദ്യം കണ്ടത്. കണ്ടപ്പോൾ 1-2 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി വന്ന് നോക്കുമ്പോഴേക്കും 10-15 പാമ്പുകുട്ടികളെ കണ്ടു. അവിടുന്ന് എല്ലാവരും കൂടി നോക്കിയപ്പോൾ പോടിൻ്റെ ഉള്ളിൽ, അതായത് നമ്മുടെ സ്കൂളിൻ്റെ ബാക്കിലെ അസ്ഥിവാരം കെട്ടിയതിൻ്റെ ഉള്ളിലാണ് പാമ്പിനെ കണ്ടത്. അവിടുന്ന് ഫോറസ്റ്റുകാരെ വിളിച്ചിട്ട് നമ്മൾ മതിൽ പൊളിച്ചിട്ടാണ് പാമ്പിനെയും കുട്ടികളെയും എടുത്തത്. അതിൽ 27 കുട്ടികളെ കിട്ടിയിട്ടുണ്ട്, പാമ്പിനെയും കിട്ടിയിട്ടുണ്ട്. മതിൽ ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞു. അത്രയും കാര്യങ്ങൾ.
സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ NK ഗിരീഷിൻ്റെ നേതൃത്വത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ M സഞ്ജു, റെസ്ക്യൂ വാച്ചർ സദാശിവൻ, ഉണ്ണികൃഷ്ണൻ, ഉണ്ണി എന്നിവരടങ്ങുന്ന സംഘമാണ് പാമ്പുകളെ പിടികൂടിയത്. പാമ്പിനെയും കുട്ടികളെയും ഒരു ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം കാട്ടിൽ തുറന്നുവിടും. ഇടവേള. വാർത്തകൾ തുടരുന്നു. യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെ സ്മരണയിൽ വിശ്വാസികൾ അട്ടപ്പാടി ചുരത്തിലൂടെ കുരിശിന്റെ വഴിയാത്ര നടത്തി. സുൽത്താൻപേട്ട് രൂപതയുടെ നേതൃത്വത്തിൽ നടത്തിയ യാത്രയിൽ 1000-ലേറെ വിശ്വാസികൾ പങ്കെടുത്തു. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനായി മിശിഹ കുരിശിൽ തറയ്ക്കപ്പെട്ടതിന്റെ ഓർമ്മ പുതുക്കിയാണ് വിശ്വാസികൾ കുരിശിന്റെ വഴി ആചരിക്കുന്നത്. 15 കിലോമീറ്ററിലധികം ദൂരം അട്ടപ്പാടി ചുരത്തിലൂടെ കുരിശുമേന്തി പ്രാർത്ഥനകളോടെ കാൽനടയായി വിശ്വാസികൾ യാത്രയിൽ പങ്കാളികളായി. യേശുവിന്റെ പീഡാനുഭവങ്ങളെ സ്മരിച്ച് പ്രാർത്ഥനയായാണ് വിശ്വാസികൾ കുരിശിന്റെ വഴി യാത്ര നടത്തുന്നത്. സുൽത്താൻപേട്ട് രൂപത അധ്യക്ഷൻ അന്തോണി സാമി പീറ്റർ അബീർ പിതാവ് നേതൃത്വം നൽകി. ക്രിസ്തീയ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമല്ല, മനുഷ്യകുലത്തിന്റെ പാപമുക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നടത്തുന്നതെന്നും പിതാവ് സന്ദേശം നൽകി. പ്രിയ സഹോദര സഹോദരന്മാരെ, ഈ കുരിശിന്റെ വഴി നമ്മുടെ കത്തോലിക്ക ക്രിസ്ത്യാനികളുடைய തപസ്കാല ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന നമ്മുടെ ഈശോ മിശിഹായുടെ பெசக பெருநாளுக்கான ஒரு தயாரிப்பாக ப்ரிப்பரேஷன் தி நம்முடைய பாவங்களுக்காகவும் நம் லோகத்திൻ്റെ പാപങ്ങൾക്കാகவும் ഈശോ മിശിഹായി മരിച്ച് കുരിശിൻ്റെ വഴി കണ്ട് മരിച്ചത് നാം அதை ധ്യാനിക്കുന്നു, നാം പ്രാർത്ഥിക്കുന്നു. നാം പ്രാർത്ഥിക്കുമ്പോൾ യേശു മിശിഹായുടെ പീഡക സഹനങ്ങൾ മാത്രമല്ല, நம்முடைய ജീവിതത്തിൽ നാം അനുഭവിக்கின்ற പല പീഡനങ്ങൾ, പാപങ്ങൾ അனைத்துக்கும் ഒരു പ്രത്യാശமான ഒരു പ്രാർത്ഥന ഇത്. മണ്ണാർക്കാട് തെങ്കര സെന്റ് ജോസഫ് ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര 3 മണിയോടെ മുക്കാലി സെന്റ് ജൂഡ് ദേവാലയത്തിലെത്തി. സെന്റ് ജൂഡ് ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം നേർച്ചക്കഞ്ഞി വിതരണം ചെയ്തു. വികാരി ജനറൽ ഫാദർ മരിയ ജോസഫ്, രൂപത പ്രൊക്യൂറേറ്റർ ഫാദർ പയസ്, ഫാദർ ഐൻസ്റ്റീൻ, ഫാദർ സുജി ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. SKSSF പാലക്കാട് ജില്ലാ കമ്മിറ്റി നടത്തുന്ന ലഹരി വിരുദ്ധ ജനകീയ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനവും ഇഫ്താർ സംഗമവും ചെർപ്പളശ്ശേരിയിൽ നടന്നു. SYS ജില്ലാ ജനറൽ സെക്രട്ടറി GM സ്വലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ ഉദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരിക്കെതിരെ രാഷ്ട്രീയ മത ഭേദമന്യേ എല്ലാവരും സന്നദ്ധ സംഘടനകളും മുന്നോട്ട് വരണമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ പല ആളുകൾക്കും പലതരത്തിലുള്ള പരിമിതികളും പരിധികളും ഉണ്ടാകും. ഇപ്പൊ ഇന്ന് പൊതുവെ എല്ലാവരും ശ്രദ്ധ തിരിക്കുന്ന മേഖല സർക്കാർ നിരോധിച്ച ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ്. കഞ്ചാവ്, MDMA പോലെ ഗവൺമെന്റ് നിരോധിച്ച ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള പോരാട്ടം മാത്രം. നമ്മളങ്ങനെയല്ല, നമ്മളൊരു മതസംഘടനയാണ്, ദീനീ സംഘടനയാണ്. കൊല്ലു മുസ്കിരിൻ ഹറാം. എല്ലാ തരത്തിലുള്ള ലഹരിക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം. ഒരുപക്ഷെ രാഷ്ട്രീയ സംഘടനകൾക്കൊക്കെ അതിനൊക്കെ പരിധികൾ ഉണ്ടാകും. കാരണം ഗവൺമെന്റ് അംഗീകരിച്ച് ലൈസൻസ് കൊടുത്ത ബീവറേജസ് കോർപ്പറേഷൻ മുഖേനയും ബാറുകൾ മുഖേനയും കള്ളുഷാപ്പ് മുഖേനയും ഒക്കെ വിതരണം ചെയ്യുന്ന മദ്യങ്ങൾക്കെതിരെ ഒന്നും പലപ്പോഴും അവർക്ക് പരസ്യമായി ശബ്ദിക്കാനും എതിർക്കാനും കഴിയൂല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമുക്ക് അങ്ങനെയുള്ള അതിർവരമ്പുകളൊന്നുമില്ലാതെ എല്ലാ തരത്തിലുള്ള ലഹരിക്കെതിരെ അതിശക്തമായ പോരാട്ടം, ഏറ്റവും വലിയ പോരാട്ടം എന്നത് ആത്മീയമായ പോരാട്ടമാണ്. SKSSF ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഹുസൈൻ തങ്ങൾ കൊടക്കാട് അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജനപൈത്രി പോലീസ് ഓഫീസർ അൻവർ സാദത്ത് ചുണ്ടമ്പറ്റ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ മുഹമ്മദ് ഷെരീഫ് മുഖ്യാതിഥിയായി. M വീരാൻ ഹാജി പൊട്ടച്ചിറ, EV കാജ ദാരിമി തൂത, MP അബ്ദുൽ ഖാദർ ദാരിമി, അലി ഫൈസി കിളിരാണി, സക്കീർ ഹുസൈൻ ദാരിമി, അൻവർ സാദത്ത്, VP സമീജ്, സുബേഷ്, അഷ്കർ, അലി മാസ്റ്റർ കരിമ്പ, അൻവർ ഹുദവി ചെർപ്പളശ്ശേരി, ഷെരീഫ് ദാരിമി, സാദിഖ് അനമൊളി, സുഹൈൽ റഹ്മാനി, അലി മാസ്റ്റർ, SKSSF ജില്ലാ സെക്രട്ടറി റഷീദ് കമാലി, കുഞ്ഞു മുഹമ്മദ് ഫൈസി മോളൂർ എന്നിവർ സംസാരിച്ചു.
മണ്ണാർക്കാട് നഗരസഭ 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ വയോജനങ്ങൾക്കും പോഷകാഹാര കിറ്റ് വിതരണം ചെയ്തു. 2500 ഗുണഭോക്താക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ കിറ്റുകൾ നൽകുന്നത്. നഗരസഭയുടെ മറ്റു പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നൊവേഷൻ പ്രോജക്റ്റിലൂടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. 2 ലക്ഷം രൂപയുടെ താഴെ വാർഷിക വരുമാനമുള്ള നഗരസഭയിലെ 60 വയസ്സ് പൂർത്തിയായ മുഴുവൻ വയോജനങ്ങൾക്കും കിറ്റുകൾ നൽകും. ജില്ലയിൽ ആദ്യമായാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വയോജനങ്ങൾക്കായി ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കുന്നത് എന്ന് കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്ത നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞു. 2020 അധികാരത്തിൽ വന്നതിന് ശേഷം പല ജനപ്രിയ പരിപാടികളും നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആത്മസന്തോഷം നൽകുന്നത് നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളാണ് ഞങ്ങളാക്കിയത് എന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് തരിക എന്നുള്ളത് ഈ ഭരണസമിതിയുടെ വലിയ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിൻ്റെ സഫലീകരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും ഇതുപോലെ ഇന്ന് ഇവിടെ 7 വാർഡിലാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ മറ്റുള്ള ദിവസങ്ങളിൽ മറ്റുള്ള വാർഡുകളിലും ഇതുപോലെ 2800ഓളം 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കാണ് പോഷകാഹാര കിറ്റ് വിതരണം ചെയ്യാൻ ഇപ്പോൾ ലിസ്റ്റിലുള്ളത്. ഗോതമ്പ് പൊടി, നുറുക്ക്, റാഗി, മട്ട, അവൽ, ഓട്സ്, ഈത്തപ്പഴം, ചായപ്പൊടി, കടല, ചെറുപയർ തുടങ്ങി 10ഓളം സാധനങ്ങളാണ് കിറ്റിലുള്ളത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 6, 7, 12, 13, 14, 15, 16 വാർഡുകളിലെ 600 ഗുണഭോക്താക്കൾക്ക് കിറ്റ് വിതരണം നടത്തി. മറ്റ് വാർഡുകളിൽ അടുത്ത ദിവസങ്ങളിൽ വിതരണം ചെയ്യും. നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മാസിദ സത്താർ അധ്യക്ഷത വഹിച്ചു. ഉപാധ്യക്ഷ കെ പ്രസീത, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ബാലകൃഷ്ണൻ, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സി ഷഫീഖ് റഹ്മാൻ, കൗൺസിലർമാരായ അരുൺകുമാർ പാലക്കുറിശി, ഇബ്രാഹിം, ഖൈറുന്നീസ, മുജീബ് ചോലോത്ത്, കമലാക്ഷി, ലക്ഷ്മി, ബി അമുദ, ഖദീജ, ഇ കെ യൂസഫ് ഹാജി, നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാർ, ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ശ്രീലത തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭിന്നശേഷിക്കാരെ ചേർത്തുപിടിച്ച് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷിക്കാരായ 13 പേർക്ക് സൈഡ് വീൽ ഘടിപ്പിച്ച മോട്ടോർ സൈക്കിൾ നൽകി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭിന്നശേഷിക്കാർക്ക് സൈഡ് വീൽ ഘടിപ്പിച്ച മോട്ടോർ സൈക്കിൾ നൽകിയത്. ഇതിനായി 2024-2025 വാർഷിക പദ്ധതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയത് 22 ലക്ഷം രൂപയാണ്. ജനറൽ വിഭാഗത്തിൽ 9 പേർക്കും SC വിഭാഗത്തിൽ 4 പേർക്കുമാണ് സ്കൂട്ടർ നൽകിയത്. ഇതിൽ 4 പേർ വനിതകളാണ്. ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കാരണം ഞങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ വൈസ് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം 2022-23 വർഷം നടപ്പിലാക്കേണ്ട ഒരു പദ്ധതിയാണ് നമ്മളിപ്പോൾ ഈ വർഷം 2024-25 വർഷത്തിൽ നമ്മൾ നടപ്പിലാക്കുന്നത്. അതിനുണ്ടായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു. നമുക്കറിയാം അതില് വീഴ്ച പറ്റിയത് പല ഉദ്യോഗസ്ഥരാണ്. നമുക്കറിയാം ഞങ്ങൾ ഫണ്ട് വെക്കുമ്പോൾ അത് നടപ്പിലാക്കേണ്ടത് ഉദ്യോഗസ്ഥരാണ്. ഞങ്ങൾക്ക് ഫണ്ടുകൾ നീക്കി വെക്കാനൊക്കെ സാധിക്കുള്ളൂ. അപ്പൊ ആ ഫണ്ടുകൾ നീക്കി വെക്കുമ്പോൾ അത് കൃത്യമായി നിർവ്വഹണം നടത്തുന്നത് അത് ഉദ്യോഗസ്ഥരാണ്. എന്തായാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ CDP ആണ് കൂടുതൽ അലംഭാവം കാണിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് ആ വർഷത്തിലാർക്കും കൊടുക്കാൻ സാധിക്കാതെ വീണ്ടും അത് സ്പിൽ ഓവറായി ഇപ്രാവശ്യത്തെ വർഷത്തിലേക്ക് നമുക്കത് കൊടുക്കേണ്ടി വന്നത്. അപ്പൊ ആ വർഷം ഒരു 10-12 പേരെ നമുക്ക് നഷ്ടമായി. പിന്നീട് വരുന്ന പുതിയ അപേക്ഷകൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയാതെ വന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് KA റഷീദ് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ തസ്നീമ ഇസ്മായിൽ, PP ഉണ്ണികൃഷ്ണൻ, അംഗങ്ങളായ PT മുഹമ്മദ് കുട്ടി, ഷഫീന ഷുക്കൂർ, AK മുഹമ്മദ്, PK ബഷീർ, B സൈദലവി, P പ്രസന്ന, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ KP സുപ്രഭ, CDPO പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. താഴേക്കോട് പ്രദേശത്തെ നിർധനരായ കുടുംബങ്ങൾക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി താഴേക്കോട് യൂണിറ്റ് റംസാൻ വിഷു ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. താഴേക്കോട് പ്രദേശത്തെ ഏറ്റവും അർഹരായ 200 കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യക്കിറ്റുകൾ നൽകിയത്. താഴേക്കോട് സെന്ററിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊയ്തുപൂ ബിലാക്കൽ എന്നിവർ ചേർന്ന് കിറ്റുകൾ വിതരണം ചെയ്തു. ഒരു ഉണർവേകാനും അവിടെ ഒരു വെളിച്ചം വെക്കാനും ആ നാട്ടിൽ വ്യാപാര സ്ഥാപനങ്ങൾ യഥേഷ്ടം വരുമ്പോഴാണ് ആ നാടൊന്ന് മെച്ചപ്പെടുക. അപ്പോൾ അതിന് ഈ കാലത്ത് നമ്മൾ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെയൊക്കെ ആവശ്യമാണ്. ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തി ഒരുപക്ഷെ അതിൽ നിന്ന് ചെറിയ തുക ലാഭം ഉണ്ടായിരിക്കാം. എന്നാലും അത് കൊണ്ടുപോകുന്നത്
നമ്മുടെ നാട്ടിലെ ആളുകളല്ല. അതിനൊരു നയാ പൈസ പോലും നമ്മുടെ ഈ നാട്ടിലെ ഇതുപോലത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ നാട്ടിലെ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും ലഭിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് അംഗത്വ സർട്ടിഫിക്കറ്റ് വ്യാപാരി വ്യവസായി നിയോജക മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം വിതരണം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് അഷ്റഫ് പുത്തൂർ അധ്യക്ഷനായി. വാർഡംഗം വാഴത്തൊടി മുസ്തഫ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി മമ്മുക്കുട്ടി കാരാട്ടിൽ, ട്രഷറർ AK ലത്തീഫ്, വർക്കിംഗ് സെക്രട്ടറി KC അനീസ്, വനിതാ വിംഗ് പ്രസിഡന്റ് സീനത്ത് പുത്തൂർ, ജനറൽ സെക്രട്ടറി സലീന, ഭാരവാഹികളായ സദി, ആബിദ, ഷമീറ, പെരുമ്പത്തൂർ അലി ഹാജി, VP അബ്ദു, T ബഷീർ, AK അനസ്, ഫൈസൽ, അബ്ബാസ് തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ വർഷവും യൂണിറ്റ് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യാറുണ്ട്. യൂണിറ്റ് 4 പതിറ്റാണ്ടിൻ്റെ മാതൃകാ പ്രവർത്തനം സംബന്ധിച്ച ചരിത്ര പുസ്തകം ഉടൻ പുറത്തിറക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മുസ്ലിം ലീഗ് കച്ചേരിക്കുന്ന് മേഖലാ കമ്മിറ്റി റമദാൻ റിലീഫ് വിതരണം ചെയ്തു. സംസ്ഥാന പ്രവർത്തക സമിതി അംഗം KK അസീസ് ഉദ്ഘാടനം നിർവഹിച്ചു. മുസ്ലിം ലീഗ് കച്ചേരിക്കുന്ന് മേഖലാ കമ്മിറ്റിയുടെ കീഴിൽ ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ ചികിത്സാ ധനസഹായവും പാർപ്പിട ധനസഹായവും വിദ്യാഭ്യാസ ധനസഹായവും 325ഓളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുമാണ് വിതരണം ചെയ്തത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം KK അസീസ് ഉദ്ഘാടനം നിർവഹിച്ചു. കോടിക്കണക്കിന് രൂപയുടെ തീരദേശ റിലീഫാണ് എല്ലാ വർഷവും പാർട്ടി നേതൃത്വത്തിൽ നടത്തുന്നത്. അതിന് പുറമെ നിങ്ങൾക്കറിയാം, ഇപ്പോ നമ്മുടെ വിശുദ്ധ റമദാൻ അതിന്റെ ഇന്നലെ വെള്ളിയാഴ്ച റമദാന് സലാം പറഞ്ഞു, കുത്തുബയിലൊക്കെ പറഞ്ഞു. ഈ റമദാന് നമുക്ക് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തണം. ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മൾ സഹചാരി എന്ന രൂപത്തിൽ SKSSFന്റെ ഫണ്ട് സേവനത്തിന് കൊടുക്കുന്നു. SKSSF പിന്നെ സംസ്ഥകൾ അഭിമുഖത്തിലും ലീഗൊന്നും ഒന്നല്ല, രണ്ടല്ല, ഒന്നെ സംശയമൊന്നുമില്ല. നമ്മളെ ശിഹാബ് തങ്ങൾ റിലീഫ് കൺവീനർ ഇക്ബാൽ ദുറാനി അധ്യക്ഷത വഹിച്ചു. മുൻകാല നേതാക്കളായ പാറയിൽ ബാപ്പുട്ടി ഹാജി, TK ഷംസുദ്ദീൻ, മാട്ടര മാനുട്ടി, മാട്ടര അബു സാഹിബ്, KM ബാപ്പു സാഹിബ് എന്നിവരെ അനുസ്മരിച്ചുകൊണ്ട് സൽമാൻ കൂടമംഗലം സംസാരിച്ചു. കച്ചേരിക്കുന്ന മഹല്ല് ജനറൽ സെക്രട്ടറി പറക്കാടൻ ഹംസ ഹാജി, രാമകൃഷ്ണൻ അങ്ങാടിക്കുന്നത്ത്, ഹക്കീം ചെർപ്പളശ്ശേരി, സുഹറാബി, റഫീഖ് ചോലയിൽ, മുത്തലീബ് അരയാലൻ, റിയാസ് തള്ളച്ചിറ, ഷഹനാസ് ബാബു എന്നിവർ സംസാരിച്ചു. ചെർപ്പളശ്ശേരിയിൽ വീണ്ടും മെഗാ ജോബ് ഫെയർ. മലബാർ പോളിടെക്നിക് ക്യാമ്പസാണ് പ്രമുഖ കമ്പനികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏപ്രിൽ 3 മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചിട്ടുള്ളത്. 3000-ലധികം തൊഴിലവസരങ്ങളാണ് തൊഴിൽ മേളയിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് ക്യാമ്പസ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചേഴ്സ് ട്രെയിനിംഗ് ആൻഡ് റിസർച്ച് കളമശ്ശേരിയുമായി സഹകരിച്ചാണ് ഏപ്രിൽ 3 വ്യാഴാഴ്ച ചെർപ്പശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസ് തൊഴിൽമേള സംഘടിപ്പിച്ചിട്ടുള്ളത്. അശോക് ലൈലാൻഡ്, ബോർഗ് വാർണർ, ഇപ്രോ, ടൊയോട്ടോ, TVS, MRF, ടാറ്റ ഇലക്ട്രോണിക്സ്, ഹിറ്റാച്ചി, സുസുക്കി, അഡോൺ കൺസ്ട്രക്ഷൻ, മസ്കൻ ബിൽഡേഴ്സ്, CSRD, വോൾട്ടെ, ആയുർ കെയർ തുടങ്ങി 40-ലധികം കമ്പനികൾ തൊഴിൽമേളയിൽ പങ്കെടുക്കുന്നുണ്ട്. 2022 ശേഷം പാസ്സായ ഡിപ്ലോമ അല്ലെങ്കിൽ ITI ഉള്ള വിദ്യാർത്ഥികൾക്ക് തൊഴിൽമേളയിൽ പങ്കെടുക്കാവുന്നതാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. തൊഴിൽമേള നടക്കുന്ന ദിവസം രാവിലെ 9:30 മുതൽ 10:30 വരെ സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യവും ഉണ്ടായിരിക്കും. 3000-ലധികം തൊഴിലവസരങ്ങളാണ് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നതെന്നും 14 ജില്ലകളിലെ വിവിധ പോളിടെക്നിക്കുകളിൽ നിന്നും ITIകളിൽ നിന്നുമായി 1000-ലധികം ഉദ്യോഗാർത്ഥികൾ ഇതിനോടകം തന്നെ ജോബ് ഫെയറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. നമ്മുടെ അഡ്മിഷൻ്റെ കാര്യത്തിൽ നമുക്ക് ക്ഷാമം ഉണ്ടാവാറില്ല. അതിൻ്റെ പ്രധാന കാരണം ജോബ് ഉറപ്പുവരുത്തുന്നു എന്നുള്ള നമ്മുടെ വാഗ്ദത്തം നമ്മൾ പാലിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ കൊല്ലവും. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ പിന്നെ വ്യാഴാഴ്ച ഏപ്രിൽ 3 വ്യാഴാഴ്ച നമ്മൾ പോളിടെക്നിക്കിൽ വെച്ച് പിന്നെ 40-ലധികം കമ്പനികൾ പങ്കെടുക്കുന്ന ജോബ് ഫെയറാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. കമ്പനികളുടെ വിശദമായിട്ടുള്ള ലിസ്റ്റ് നമ്മൾ തരുന്നുണ്ട്. അതിലിപ്പോൾ 1000-ലധികം വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർക്ക് ജോബ് ഉറപ്പ് വരുത്തുന്നതിനുള്ള ജോബ് ഫെയറാണ് 3 മലബാർ പോളിയിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ അതിൽ ആ ജോബ് ഫെയറിലേക്ക് നിങ്ങളെ ക്ഷണിക്കൽ കൂടി ഞങ്ങളുടെ ഈ പത്രസമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഞങ്ങൾ അക്കാലത്ത് ഞങ്ങളോട് കാണിക്കുന്ന മനോഭാവം തുടർന്നുണ്ടാവണം. ഈ പരിപാടിയിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. ആവശ്യമായ പ്രചരണം ഇത് സംബന്ധമായി നൽകുന്നതിനുള്ള ശ്രമവും കൂടി ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഉദ്ദേശം സാർ പറഞ്ഞ 40 കമ്പനികളാണ് വരുന്നത്. 40ഉം ഈ പറഞ്ഞ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അതായത് കൃത്യമായിട്ട് നമ്മൾ അവിടെ ഉള്ള ബ്രാഞ്ചസിൽ കിട്ടാവുന്ന ജോലികൾ എന്നുള്ള രീതിയിൽ അതിലൊരു കമ്പനി വരുന്നത് മറ്റേ നമ്മളെ എന്താ പറയുക, അവർ
പുറത്തോട്ട് ആണ്, ദുബായിലോട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പോൾ അവർ ഈ പറഞ്ഞ കുറെ ലേറ്റ് ആയിട്ടാണ് ഇത് വന്നത്. അവർ മിക്കവാറും വന്ന കുട്ടികളെടുത്ത് ഒരു മാസത്തെ ഗ്യാപ്പ് വേണമെന്ന് എന്നോട് പറഞ്ഞത്. കാരണം ഒരു മാസം അവിടെ എടുക്കും അവർക്ക് അവിടെ റിക്വയർമെന്റ് വരാൻ. അപ്പൊ എന്നാലും അവർ കുട്ടികളെ ഇപ്പോൾ തൽക്കാലം റിക്രൂട്ട് ചെയ്തിട്ട് ഒരു മാസത്തെ കാലയളവിൽ അവരെ അങ്ങോട്ട് പറഞ്ഞയക്കാനുള്ള രീതിയിലാണ് വരുന്നത്. വാർത്താസമ്മേളനത്തിൽ മലബാർ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് ചെയർമാൻ മരിക്കാർ മാരായമംഗലം, സെക്രട്ടറി MP അബ്ദുറഹ്മാൻ, പ്രിൻസിപ്പൽ A മുഹമ്മദ് സിറാജുദ്ദീൻ, വൈസ് പ്രിൻസിപ്പാൾ K മുഹമ്മദ് സലീം, ട്രെയിനിംഗ് ആൻഡ് പ്ലേസ്മെന്റ് ഓഫീസർ M മുഹമ്മദ് ഷഫീഖ്, അസിസ്റ്റന്റ് പബ്ലിക് റിലേഷൻ ഓഫീസർ മുഹമ്മദ് ഇസാഖ് എന്നിവർ പങ്കെടുത്തു. കോളേജ് കാലം മുതൽ ഒരുമിച്ച് പഠിച്ച് അധ്യാപകരായ ആത്മസുഹൃത്തുക്കൾ ഒരേ സ്കൂളിൽ നിന്നും ഒരേ സമയം വിരമിക്കുന്നു. ഒറ്റപ്പാലം വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സുഹൃത്തുക്കളുടെ ഒരുമിച്ചുള്ള പടിയിറക്കം. ജഗദീഷും രാജീവും 1984 ഒറ്റപ്പാലം NSS കോളേജിലെ പ്രീ ഡിഗ്രി ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയ സൗഹൃദമാണ്. പ്രീ ഡിഗ്രിയും ഡിഗ്രിയും MSCയുമെല്ലാം ഒരുമിച്ച്. അടുത്ത സുഹൃത്തുക്കൾ പിന്നീട് ഒരുമിച്ചത് വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 1993 K രാജീവ് ഗണിതാധ്യാപകനായി ആദ്യമെത്തി. 96 ജഗദീഷും. ജോലിയിൽ പ്രവേശിച്ചത് വ്യത്യസ്ത സമയങ്ങളിലായിരുന്നുവെങ്കിൽ സർവീസിൽ നിന്ന് വിരമിച്ച് സ്കൂളിൽ നിന്നും പടിയിറങ്ങുന്നത് ഒരുമിച്ചാണ്. രാജീവ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സ്ഥാനത്തു നിന്നും ജഗദീഷ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ സ്ഥാനത്തു നിന്നുമാണ് വിരമിക്കുന്നത്. 84 പ്രീ ഡിഗ്രിക്ക് ചേർന്ന് പഠനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് ഡിഗ്രിക്കും MSCക്കും ഒക്കെ ഒരുമിച്ച് പഠിച്ചപ്പോഴും അന്നൊന്നും തീരെ അറിയില്ല ഇങ്ങനെ ജഗദീഷുമായിട്ട് ഒരു സർവീസ് കാലഘട്ടം ഒരുമിച്ചുണ്ടാവുമെന്നും എന്തിന് ഒരു സ്ഥാപനത്തിൻ്റെ 2 സ്ഥലത്തെ മേധാവികളായിട്ട് മാറുമെന്നും ഒരുമിച്ച് റിട്ടയർ ചെയ്യുമെന്നും എന്നുള്ളത് തീരെ പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. എന്നെ സംബന്ധിച്ച് 2003 മുതൽക്ക് പ്രിൻസിപ്പലാണ്. 10-22 കൊല്ലത്തെ പ്രിൻസിപ്പൽ എന്ന സർവീസ് തന്നെ ഉണ്ട്. പക്ഷേ അതിൽ ഏറ്റവും അവസാനത്തെ 2 വർഷം ജഗദീഷ് HM ആയിരുന്ന 2 വർഷങ്ങൾ എനിക്ക് വളരെ സുഖമായിരുന്നു. എന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് എന്തിനും ഏതിനും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുക എന്നുള്ള കാര്യം ഉണ്ടായിരുന്നു. അത് വലിയ സുഖമായി. അതോടൊപ്പം തന്നെ പബ്ലിക്കുമായിട്ടുള്ള ബന്ധങ്ങൾ ഞങ്ങൾക്ക് നന്നായിട്ട് നിലനിർത്താൻ പറ്റി എന്നുള്ളതാണ്. ആർക്കും എപ്പോഴും വന്ന് കാണാവുന്ന ആളുകളായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എപ്പോഴും ആക്സസിബിൾ എന്ന് പറയില്ലേ, അത് നിലനിർത്താൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ തുടർച്ച മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഹൈസ്കൂളിലായാലും ഹയർ സെക്കൻഡറി ആയാലും നല്ല ടീം 2 ഭാഗത്തുമുണ്ട്. അപ്പോൾ അതിൽ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് മുന്നോട്ട് പോയേ വേണ്ടു. മുന്നോട്ട് പോകാനുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളുണ്ട്, അവർക്കതിന് കഴിയും. സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് സ്കൂളുകളിൽ ഇടപെട്ട് അതിനെ ആരോഗ്യപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. പഠനകാലത്ത് എത്രയോ തവണ വാണിയംകുളം സ്കൂളിൻ്റെ മുന്നിലൂടെ പോയതാണ്. പക്ഷേ അതേ സ്കൂളിൽ അധ്യാപകരായി വരുമെന്ന് കരുതിയതല്ലെന്ന് ജഗദീഷ്. ഡിഗ്രി കാലഘട്ടത്തിൽ ഒരുമിച്ച് പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടെ ഈ വാണിയംകുളം ഹൈസ്കൂളിൻ്റെ മുന്നിൽ കൂടെ പോയിട്ടുണ്ട്. അന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും അറിയില്ലായിരുന്നു ഞാനും രാജീവും ഇവിടെ ഇങ്ങനെ പ്രിൻസിപ്പലും HMുമായിട്ട് വരുമെന്നോ ഇവിടുന്ന് തന്നെ ഇവിടെ ജോലി കിട്ടുമെന്നോ ഇവിടുന്ന് വിരമിക്കുമെന്നോ ഒന്നും അറിയില്ലായിരുന്നു. എന്തായാലും ഈ സ്കൂളിൽ വന്നു. വളരെ നല്ല അന്തരീക്ഷമായിരുന്നു. പിന്നെ വളരെ സഹപ്രവർത്തകരെല്ലാവരും തന്നെ വളരെ കോപ്പറേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നവരായിരുന്നു. ഈ ഇറങ്ങിപ്പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എൻ്റെ സുഹൃത്തിൻ്റെ ഒപ്പം തന്നെ വളരെ നല്ല ഓർമ്മകളുമായിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റുന്നു എന്നുള്ളതും ഈ ഒരു കാലഘട്ടത്തിൽ 2 ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒരുമിച്ച് കൈകോർത്ത് നിന്നിട്ട് ഒരു തണലിൽ തന്നെ നിന്നുകൊണ്ട് പോകുന്നു എന്നുള്ളതും വളരെ സന്തോഷം നൽകുന്നു. ഗണിതാധ്യാപകരായ 2 പേരും സ്കൂളിൽ നിന്നും പടിയിറങ്ങുമ്പോൾ ഗണിതശാസ്ത്രമേളകളിൽ സ്കൂളിന് വിജയങ്ങൾ നേടിക്കൊടുത്തതിനും ഒട്ടേറെ പ്രതിഭകൾക്ക് വഴികാട്ടിയായതിനും സ്കൂളും നന്ദി പറയുകയാണ്. തിരുവാഴിയോട് GLP സ്കൂളിൽ വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തുടനീളം പ്രീ പ്രൈമറി സ്കൂളുകളിൽ പൂർത്തിയാക്കി വരുന്ന പദ്ധതിയാണ് വർണ്ണക്കൂടാരം. കുട്ടികൾക്ക് സന്തോഷത്തോടെയും അവരുടെ അഭിരുചിക്ക് അനുസരിച്ചും കളികളിൽ ഏർപ്പെടാൻ കഴിയുന്ന വിശാലവും ശിശു സൗഹൃദവുമായ പ്രവർത്തന ഇടങ്ങൾ ഒരുക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. നമ്മുടെ വർണ്ണക്കൂടാരം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പുറത്ത് സ്കൂൾ മൈതാനിയിലെ പാർക്കിന്റെ കുട്ടികൾ
AEO E രാജൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. PTA വൈസ് പ്രസിഡന്റ് A കണ്ണനുണ്ണി അധ്യക്ഷത വഹിച്ചു. PCC രാജേഷ്, സുധ, ബിന്ദു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ, വാർഡ് മെമ്പർ ഗീത, C ബാബുരാജ്, സജിത, ഹെഡ്മാസ്റ്റർ രാമദാസൻ, പുഷ്പ CR എന്നിവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. മണ്ണാർക്കാട് ആനമൂളി ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ റംസാൻ റിലീഫ് വിതരണം ചെയ്തു. ജാതിമത വ്യത്യാസമില്ലാതെ 600 കുടുംബങ്ങൾക്കാണ് സഹായം നൽകിയത്. N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള റിലീഫ് പ്രവർത്തനം 4 നൂറ്റാണ്ടായി ആനമൂളിയിലെ മരക്കാർ സാഹിബും കുടുംബവും തുടർന്നു പോരുന്നത് ശ്ലാഘനീയമാണെന്ന് ഉദ്ഘാടനം ചെയ്ത N ഷംസുദ്ദീൻ MLA പറഞ്ഞു. 24 കൊല്ലമായി 4 നൂറ്റാണ്ടായി ഇവിടെ ബഹുമാനപ്പെട്ട മരക്കാർ സാഹിബും അദ്ദേഹത്തിന്റെ കുടുംബവും ഫൈസലും ജുനൈസും അതുപോലെ തന്നെ ജംഷിയും കുഞ്ഞാലിയും ഇപ്പോൾ അവരുടെ മരുമകൾ മെമ്പർ എന്ന നിലയിൽ സീനത്തും രണ്ടാമത്തെ തലമുറയിലേക്ക് കടന്നാൽ മണ്ഡല MSFന്റെ പ്രസിഡന്റായി സഫ്വാൻ മരക്കാർ സാഹിബിന്റെ പേരക്കുട്ടിയാണ്. അപ്പം അങ്ങനെ ഈ കുടുംബം അതിലെ ഓരോ അംഗങ്ങളും ഈ നാട്ടിലെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെയും മുൻപന്തിയിലുണ്ട്. അങ്ങനെ കഴിഞ്ഞ 4 നൂറ്റാണ്ടായി നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ ഞാനിവിടെ ഈ ചുമതലയുമായി പ്രവർത്തനം തുടങ്ങിയിട്ട് 14 കൊല്ലമായി. 14 നോമ്പാണ്, 14ാമത്തെ നോമ്പാണ്. ഈ 14 വർഷവും ഈ വിശുദ്ധ കർമ്മത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിച്ചേരാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. ആനമൂളിയിലെ റിലീഫ് വിതരണം തുടങ്ങിയിട്ട് 24 വർഷമായി. സമൂഹത്തിലെ പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് റിലീഫ് സെൽ. ലീഗ് ജില്ലാ സെക്രട്ടറി TA സലാം അധ്യക്ഷത വഹിച്ചു. കളത്തിൽ അബ്ദുള്ള, TK ഫൈസൽ, പഞ്ചായത്ത് അംഗം TK സീനത്ത്, പൊതിയിൽ ബാപ്പുട്ടി, TK മരക്കാർ, ഷൗക്കത്ത് തെങ്കര, ഷമീർ പെഴേരി, TK സഫ്വാൻ, ജുനൈസ് ആലമുളി തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് റിലീഫ് വിതരണവും നടത്തി. ഇനി വാണിജ്യ വാർത്തകൾ. BS6 ഗുണമേന്മയുള്ള ഇന്ധനവുമായി കാര്യവട്ടം ഫ്യൂവൽസ് പട്ടിക്കാട് കാര്യവട്ടത്ത് പ്രവർത്തനം തുടങ്ങി. P അബ്ദുൽ ഹമീദ് MLA പമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉന്നത ഗുണമേന്മയുള്ള BS6 ഇന്ധനം ലഭ്യമാക്കിയാണ് കാര്യവട്ടം ഫ്യൂവൽസ് പ്രവർത്തനം തുടങ്ങിയത്. മറ്റ് കമ്പനികളുടെ പെട്രോൾ, ഡീസൽ എന്നിവയെ അപേക്ഷിച്ച് കൂടുതൽ ഗുണനിലവാരമുള്ളതാണ് ONGC MPRL പെട്രോളിയം. ഇതിന്റെ പുതിയ ശാഖയാണ് കാര്യവട്ടത്തേത്. ഡീസൽ ഇന്ധനങ്ങളിൽ സൾഫറിന്റെ തോത് കുറഞ്ഞ അംശത്തിലായിരിക്കുമെന്നതും BS6നെ കൂടുതൽ ജനപ്രിയമാക്കുന്നു. P അബ്ദുൽ ഹമീദ് MLA കാര്യവട്ടം ഫ്യൂവൽസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കാര്യവട്ടത്തിൻ്റെ ഹൃദയഭാഗത്ത് MRPLന്റെ ഒരു പെട്രോൾ പമ്പ് ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. വലിയ ജനത്തിരക്കുള്ള റോഡാണ് നമ്മുടെ പെരിന്തൽമണ്ണ നിലമ്പൂർ ഊട്ടി റോഡ്. ധാരാളം വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു പമ്പ് എന്തുകൊണ്ടും അനുയോജ്യമായൊരു സ്ഥലത്താണ് സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് പരമാവധി ആൾക്കാരൊക്കെ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയുന്നത്. ഇതിൻ്റെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനത്തിനും എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. മഹല്ല് ഖാസി അബ്ദുറഹ്മാൻ ഹൈതമി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ, ജനപ്രതിനിധികളായ മുഹമ്മദ് നയീം, KP യൂസഫ് ഹാജി, M ഹംസക്കുട്ടി, ജസ്ന റഫീഖ്, മറ്റ് സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വെട്ടത്തൂർ പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗത്ത് മൂന്നാമതായിട്ടാണ് ഇപ്പോൾ ഈ സ്ഥാപനം ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാം കൊണ്ടും നല്ല തിരക്കുടിച്ച റോഡും അതേപോലെ ഗതാഗത സൗകര്യവും അധികമുള്ള സ്ഥലത്ത് ഈ സ്ഥാപനം എന്നും വളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് കുതിക്കട്ടെ എന്നും ഇതിൻ്റെയൊക്കെ
ഒരു ബെനിഫിറ്റ് ഈ CRS ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അതിൻ്റെതായ ഉത്തരവാദപ്പെട്ട ആളുകൾ പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് നൽകാവുന്ന എല്ലാ സഹായങ്ങളും പാവപ്പെട്ട ആളുകൾക്ക് നൽകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതും കൂടെ ഈ വേളയിൽ പറഞ്ഞുകൊണ്ട് ഇതിന് എല്ലാവിധ ആശംസ നേർന്നുകൊണ്ട് ഞാൻ വികസിച്ചുകൊണ്ടിരിക്കുന്ന കാര്യവട്ടത്തിൻ്റെ വികസന പാതയിൽ ഒരു തിലകക്കുറി ചാർത്തിക്കൊണ്ടാണ് ഇന്ന് MRPL ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഹൈവേയുടെ തീരത്തുള്ള ഈ പെട്രോളിയം ബങ്ക് എന്തുകൊണ്ടും നമ്മുടെ ജനങ്ങൾക്ക് വലിയ ഉപകാരമാകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നാട്ടിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഈ ബങ്കുമായി ബന്ധപ്പെട്ട ആളുകളുടെ സഹകരണം ഉണ്ടാകണം. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശത്ത് നിന്ന് ടൗൺ നഗരയിലേക്ക് നീങ്ങുന്ന ഈ നാടിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഈ ജനപ്രതിനിധികളായാലും നാട്ടുകാരായാലും എല്ലാവരുടെയും സഹകരണം നിങ്ങൾക്കുണ്ടാകും. കാര്യവട്ടം പെട്രോൾ പമ്പിന് എല്ലാവിധ ആശംസകളും വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ പറയുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം വളരെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ വിശ്രമിക്കുന്നതിനും അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വളരെ അധികം നല്ല രീതിയിൽ നമ്മൾ മാനേജ്മെൻറ്റ് ഒരുക്കിയിട്ടുണ്ട്. B6 എണ്ണ വളരെ മൈലേജ് കൂടും, അതുപോലുള്ള വളരെ വണ്ടികൾക്കൊക്കെ സ്മൂത്തായിട്ട് ഓടിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ സംരംഭത്തിൽ പങ്കാളികളാകാൻ ഞങ്ങളോടൊപ്പം സഹകരിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. കുടിവെള്ളം ഉൾപ്പെടെ എല്ലാം നമ്മൾ വളരെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. കവിത ഗോൾഡ് മണ്ണാർക്കാട് ഷോറൂമിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സദസ്സും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു. N. ഷംസുദ്ദീൻ MLA സദസ്സ് ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് ഫായിദ കൺവെൻഷൻ സെന്ററിൽ നടന്ന ലഹരി വിരുദ്ധ സദസ്സിൽ ജനപ്രതിനിധികൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങി സമൂഹത്തിലെ നാനാതുറകളിലുള്ളവർ പങ്കെടുത്തു. കവിത ഗോൾഡ് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുന്നിട്ടിറങ്ങിയത് മാതൃകയാണെന്ന് ഉദ്ഘാടനം നിർവഹിച്ച N. ഷംസുദ്ദീൻ MLA പറഞ്ഞു. ആഭരണ വ്യാപാര രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ജില്ലയിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ജ്വല്ലറികൾ പ്രവർത്തിപ്പിക്കുന്ന കവിത ഗ്രൂപ്പിൻ്റെ ആ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഇഫ്താർ. നമ്മളെല്ലാവരെയും ഇപ്പോൾ ഒരുമിച്ച് കൂട്ടിയത് ഈ ജ്വല്ലറി അതിൻ്റെ മാനേജ്മെൻറ്റും സ്റ്റാഫുമാണ്. അപ്പോൾ അവരും ഈ സാമൂഹ്യമായ ദൗത്യത്തിൽ ഇടപെടുകയാണ്. പിന്നെ ഈ വർഷത്തെ ഇഫ്താറുകളൊക്കെ ഇന്നത്തെ ഏറ്റവും വലിയ സാമൂഹ്യ വിപത്ത് ലഹരിയാണ്. നമുക്കറിയാം, രാസലഹരി വലിയ തോതിൽ കേരളീയ യുവത്വത്തെ പിടിമുറുക്കിയിട്ടുണ്ട്. നമ്മുടെ ബാല്യവും കൗമാരവും ഒക്കെ ആ വലിയൊരു ഭീഷണിയിലാണ്. അതാണ് കണക്കുകളും വസ്തുതകളും തെളിയിക്കുന്ന യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു വലിയ അപകടം കടന്നു വരുമ്പോൾ നമ്മളെല്ലാവരും മറ്റെല്ലാം മറന്ന് യോജിച്ച് നിൽക്കണം. ലഹരി വളരെ വേഗത്തിൽ വിദ്യാർത്ഥികളിൽ പടർന്ന് പന്തലിക്കുകയാണെന്ന് മുഖ്യാതിഥിയായ മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു. ഏറ്റവും വലിയ വെല്ലുവിളിയായി ഉയർന്നു വന്നിട്ടുള്ളതാണ് ലഹരി. അത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എന്നുള്ളത് ഈ സമീപകാലത്തുള്ള സംഭവങ്ങൾ ഓരോന്നും തെളിയിച്ചു. വളരെ വേഗത്തിൽ അത് പടർന്ന് കയറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ലഹരി ബാധിച്ചിട്ടുള്ള മകൻ അച്ഛനെ തല്ലിക്കൊല്ലുന്നു, അമ്മയെ മർദ്ദിക്കുന്നു, ഇന്നുകൊണ്ട് കാണിക്കുന്ന പരാക്രമങ്ങൾ നിരവധിയാണ്. നഗരസഭാ ചെയർമാൻ C. മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റർ M. പുരുഷോത്തമൻ, KPS പയ്യനടം, KP മസൂദ്, റഷീദ് ആലായൻ, അസീസ് ഭീമനാട്, സുധീഷ്, രമേഷ് പൂർണിമ, ജോസ് ബേബി, കവിത ഗോൾഡ് അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് സലീം, മാനേജർമാരായ A. ബൈജു, മുകേഷ് എന്നിവർ പ്രസംഗിച്ചു. കാരുണ്യത്തിന്റെ കരസ്പർശവുമായി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലിയേറ്റീവ് സെന്ററുകളിലേക്ക് 3 ആംബുലൻസുകൾ വിതരണം ചെയ്തു. VK ശ്രീകണ്ഠൻ MP ആംബുലൻസുകളുടെ താക്കോൽദാനം നടത്തി.
സ്വർണ്ണ വ്യാപാര രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ് കാരുണ്യ പ്രവർത്തനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഹൃദയത്തോടെ ചേർത്ത് നിർത്തിയ നാടിനായി കാരുണ്യത്തിന്റെ കരസ്പർശം നീട്ടിയിരിക്കുകയാണ് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കൊപ്പം, ലക്കിടി, ശ്രീകൃഷ്ണപുരം തുടങ്ങിയ സ്ഥലങ്ങളിലെ 3 പാലിയേറ്റീവ് സെന്ററുകളിലേക്ക് ആംബുലൻസുകൾ നൽകിയാണ് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാതൃകാ പ്രവർത്തനം നടത്തിയത്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലേക്കുള്ള ആംബുലൻസിന്റെ താക്കോൽ VK ശ്രീകണ്ഠൻ MP നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക ഏറ്റുവാങ്ങി. ലക്കിടി പഞ്ചായത്തിന് പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ MR മുരളി താക്കോൽ കൈമാറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് ഏറ്റുവാങ്ങി. കൊപ്പം ഗ്രാമപഞ്ചായത്തിന് K പ്രേംകുമാർ MLA താക്കോൽ കൈമാറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ ഏറ്റുവാങ്ങി. തുടർന്ന് നടന്ന യോഗം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ഈ നാടിൻ്റെ ഹൃദയസ്പർശം ഏറ്റുവാങ്ങിയ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഏറ്റവും നല്ല ഒരു ജനപ്രിയ പരിപാടിയിലാണ് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ 3 പഞ്ചായത്തുകൾ ആംബുലൻസ് നൽകാൻ വേണ്ടി തിരഞ്ഞെടുത്തതിന് ഞാൻ പ്രത്യേകമായി ജാനേറ്റിനോടും കവിത കുടുംബാംഗങ്ങളോടും പ്രത്യേകമായി നന്ദി ആദ്യമായി പ്രകാശിപ്പിക്കുന്നു. നമുക്ക് ഏറ്റവും ആവശ്യമാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആംബുലൻസുകൾ. നമുക്ക് വിവിധ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലൊക്കെ ഈ സൗകര്യം ഉണ്ടെങ്കിലും ഗ്രാമീണ മേഖലയിൽ ഈ സൗകര്യം വളരെ കുറവാണ്. പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും ഒരുപാട് സമസ്യകളും ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിരവധി വ്യക്തികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ 3 പുതിയ ആംബുലൻസ് ഈ അടുത്ത കാലത്തായി ആദ്യമായിട്ടാണ് സർക്കാർ സംവിധാനത്തിലേക്ക് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഭാഗം നൽകുന്നത്. പ്രത്യേകമായി K പ്രേംകുമാർ MLA അധ്യക്ഷനായി. മുഹമ്മദ് മോസിൻ MLA വിശിഷ്ടാതിഥിയായി. പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ MR മുരളി, കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനേജിംഗ് ഡയറക്ടർ TP രാജഗോപാൽ, മാനേജിംഗ് പാർട്ണർമാരായ TP പ്രസാദ്, TP പ്രജീഷ്, വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി KA ഹമീദ്, BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ, DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു, കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വൈസ് പ്രസിഡന്റ് KP അബ്ദുൾ സലീം, ബ്രാൻഡിംഗ് മാനേജർ അബ്ദുൾ സലാം, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. താക്കോൽദാന ചടങ്ങിന് ശേഷം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കിയ ഇഫ്താർ സംഗമവും നടന്നു. ഇനി ഷോർട്ട് ന്യൂസ്. കൊടകര കുഴൽപ്പണക്കേസ് ED അട്ടിമറിച്ചെന്നാരോപിച്ച് CPM ശ്രീകൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റി ചന്തപുരയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഏരിയ സെക്രട്ടറി K ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. B രാജേഷ് അധ്യക്ഷനായി. T വാസുദേവൻ, കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. നമ്മുടെ നാട്ടിലെ എല്ലാ സംവിധാനങ്ങളെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും തങ്ങളുടെ വരുതിയിൽ നിർത്തി നാട് കൊള്ളയടിക്കുക, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ED എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഏജൻസിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ED എന്ന് പറയുന്നത് താരതമ്യേന ഒരു പുതിയ സാധനമാണ്. നാട്ടിൽ ഒരുപാട് അന്വേഷണ ഏജൻസികളുണ്ട്. നമുക്ക് CBI ഒക്കെ നല്ല പരിചയമുണ്ട്. ED ഒക്കെ ഒരു 5-6 കൊല്ലമായിട്ട് നമ്മളിങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. നമുക്ക് KD ഒക്കെ അറിയാം, നമ്മൾ ED അങ്ങനെ കേട്ടിട്ടില്ല. അതൊരു പുതിയ സാധനമാണ്. കൊടകര കുഴൽപ്പണക്കേസിൽ ED BJP അനുകൂല നിലപാടാണ് സ്വീകരിച്ചതെന്നാരോപിച്ച് CPM ചെർപ്പളശ്ശേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ, K ബാലകൃഷ്ണൻ, P ലുക്മാൻ, C ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ കേന്ദ്ര ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി തന്നെ ഭരണഘടനാ സ്ഥാപനം എന്ന നിലക്ക് ഈ രാജ്യത്തുണ്ടാകുന്ന കള്ളപ്പണ കുഴൽപ്പണ കേസുകൾ, അതുപോലെയുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇതെല്ലാം തന്നെ അന്വേഷിച്ചുകൊണ്ട് അതിൽ പ്രതികളായ ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് മാതൃകാപരമായി ശിക്ഷിച്ച് ഈ കള്ളപ്പണ ഇടപാടും കുഴൽപ്പണ ഇടപാടും കണക്കപ്പെടാത്ത പൈസയുടെ ബിസിനസ്സുമൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ആധികാരികമായി ഭരണഘടനാ സംവിധാനം എന്ന നിലയിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മളിപ്പോൾ സാധാരണ 2 അക്ഷരം കൊണ്ട് ED എന്ന പേരിൽ അറിയപ്പെടുന്നു.
എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണ് നടത്തുന്നത്. അപ്പോൾ നാട്ടിൽ നടക്കുന്ന കളവുകളാണെങ്കിലും അതുപോലെ തന്നെ സാമ്പത്തിക അഴിമതിയും കുറ്റകൃത്യങ്ങളും ഒക്കെ ആണെങ്കിലും ആ അഴിമതിയിലും കുറ്റകൃത്യത്തിലൊക്കെ തന്നെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട ഇടപാട്, കുഴൽപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപാട്, കണക്കിൽപ്പെടാത്ത സാമ്പത്തിക തിരിമറി നടത്തിയ ഇടപാട് വന്നാൽ അത്തരം കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ബാധ്യതയുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയാണ് നിയമപരമായി ചുമതലപ്പെടുത്തുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തച്ചനാട്ടുകര നാട്ടുകലിൽ തെരുവുനായ ആക്രമണം. 4 വയസ്സുകാരനെയും 62കാരനെയും തെരുവുനായ കടിച്ചു. വീടിന്റെ മുറ്റത്ത് നിന്നാണ് കുട്ടിയെ തെരുവുനായ കടിച്ചത്. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. ചെർപ്പളശ്ശേരി നഗരസഭയിൽ ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിൽ ബഹളം. MP ഫണ്ടിൽ നിന്നും ലഭിച്ച മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ട വയ്ക്കാത്തതിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ചെയർമാന്റേത് ഏകാധിപത്യ നിലപാടെന്ന് പ്രതിപക്ഷം. വിവേചനം കാണിച്ചിട്ടില്ലെന്നും ലൈറ്റുകളുടെ കാര്യത്തിൽ അനുയോജ്യമായ തീരുമാനമെടുക്കുമെന്നും ചെയർമാൻ. കുളപ്പുള്ളിയിലെ തൊഴിൽ തർക്കം. കടയുടമ പ്രകാശിനെ CITU പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. മർദ്ദിച്ചിട്ടില്ലെന്നും രജിസ്റ്റർ ചെയ്യാത്ത തൊഴിലാളികളെ കൊണ്ട് ലോഡ് കയറ്റിയത് തടയുക മാത്രമാണ് ചെയ്തതെന്നും CITU തൊഴിലാളികൾ. യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെ സ്മരണയിൽ അട്ടപ്പാടി ചുരത്തിലൂടെ കുരിശിന്റെ വഴിയാത്ര. സുൽത്താൻപേട്ട് രൂപത നടത്തിയ യാത്രയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായി ചെർപ്പളശ്ശേരി. P. മമ്മിക്കുട്ടി MLA പ്രഖ്യാപനം നടത്തി. കരിമ്പുഴ പഞ്ചായത്തിനെയും മാലിന്യമുക്ത ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.